സുനീഷ്, രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ വടവക്കോടാണ്. വീട്ടില് അച്ഛ, അമ്മ, അച്ഛമ്മ, പട്ടിക്കുഞ്ഞ്. എന്ത് കുഞ്ഞ്? പട്ടിക്കുഞ്ഞ്. പേരുണ്ടോ? ഹണി. ഹണി, യെസ്. ലക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സഹിയലി ഹോജ തരുൾ തരുൾ ബുഷറാനബിതൻ പൊരുൾ മകൾ സുഹറ. എന്താ വേണ്ട? ഔട്ടാക്കണേ മോള് പറയാ. എന്താ വേണ്ടേ? ഇന്നാവണോ ഔട്ടാവണോ? ഇന്നാവണം. സംഗീതം പഠിക്കോ? അപ്പൊ കണ്ണടച്ചിട്ടേ നേരെ അങ്ങോട്ട് നോക്കി. ഇനി കണ്ണു തുറന്ന്. ഒത്തിരി പേര് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലായിട്ടാണ് എനിക്ക് ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒത്തിരി അധികം സന്തോഷം. പട്ടർമാന്റെ ഓഡീഷന് ചെന്നപ്പോൾ ഭയങ്കര അധികം എക്സൈറ്റഡ് ആയിരുന്നു എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് മിങ്കിളായി. ജഡ്ജസ് ആണെങ്കിലും ഒട്ടും ടെൻഷൻ എടുപ്പിക്കാതെയാണ് ഓഡീഷനൊക്കെ ചെയ്തപ്പോൾ ഓഡീഷന് വളരെയധികം എൻജോയ് ആണ്. ഫസ്റ്റ് ഓഡീഷൻ ഇവിടെ അറിയാവുന്ന വേറൊരു പാട്ടുണ്ട് ഇഷ്ടമുള്ളത്, അത് പാടിക്കോട്ടെ. അത് കാണാമുള്ള ഏറെ ദൂരെങ്കിൽ നീന്നുമെന്നെയോർക്കും നിന്നരികിൽ ഞാനണയും കിനാവിനായി കാതോർക്കും വിരഹമേ വിരഹമേ നീയുണ്ടെങ്കിൽ പ്രണയം. ഫൈനൽ ഓഡീഷന് ചെന്നപ്പോഴാണെങ്കിലും 24 പേരിൽ നിന്നാണല്ലോ 15 പേരാക്കണം. 24 പേരിൽ തന്നെ എത്താൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. 15 പേരിൽ എത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും ജഡ്ജസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. നമുക്കൊരു രീതിയിൽ പാട്ട് പാടുന്നതിന് നമുക്കൊരു ടെൻഷൻ്റെയോ പേടിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര നന്നായിട്ടായിരുന്നു കംഫർട്ടബിൾ ആക്കിക്കൊണ്ടായിരുന്നു. പഠിച്ച പാട്ട് നമ്മൾ നന്നായി പാടി തോന്നിയില്ലേ? നന്നായിട്ട് കേട്ടോ, അടിപൊളി. കറക്റ്റ്, ഉഗ്രനായിരുന്നു. പട്ടുമായി കിട്ടിയിട്ടാണ് സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സും ഫ്രണ്ട്സും നാട്ടുകാരൊക്കെ ഭയങ്കര അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സർപ്രൈസ് എടുക്കുന്നത് എന്നെ കട വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ടാണ് വിളിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ക്ലാസ്സിൽ വെച്ചിട്ട് കേക്ക് കഴിച്ചു, പാർട്ടിക്കൊക്കെ കുറെ ഗിഫ്റ്റ് തന്നു, മിഠായി തന്നു, എനിക്ക് ഞാനത് പ്രതീക്ഷിച്ചിട്ടായിരുന്നു എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് അങ്ങനെ സർപ്രൈസ് കിട്ടിയിട്ടില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. അതും പ്രതീക്ഷിച്ചില്ല. അതുപോലെ എനിക്ക് അങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ട്. പ്രകടനങ്ങളുമായി ഞാൻ പട്ടർമാലിലുണ്ടാവും.